പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ മക്കളെ, ഇന്ന് ചൊവ്വാഴ്ച. ഇന്നാണ് നമുക്ക് ബൈബിൾ കൺവെൻഷൻ 8-ാം തീയതി തൈക്കൽ പള്ളിയിലെ കൺവെൻഷൻ. അന്ന് വൈകിട്ടോടുകൂടി 5 മണിയോടുകൂടി തുടങ്ങുന്നു. അതിനായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ. താമസമുള്ള ധ്യാനം നമുക്ക് ഹോസാന ഞായറാഴ്ച കുരുത്തോല വെഞ്ചിരിപ്പും പീഡാനുഭവ ധ്യാനമാണ് സെൻറ്ററിൽ നടക്കുന്നത്. അവിടെ 1 വൺ ഡേ ധ്യാനമുണ്ട്. താമസമുള്ള ധ്യാനം ബുധനാഴ്ച രാവിലെ 7:30 മണിക്ക് തീരുകയും ചെയ്യും. രാവിലെ കർത്താവായ യേശുവേ, ഓശാനയിലേക്ക് പ്രവേശിക്കുന്ന നാളുകളിലേക്കാണല്ലോ ഞങ്ങൾ കടന്നു വരുന്നത്. കർത്താവേ, ഓശാന എന്നതിൻ്റെ അർത്ഥം തന്നെ രക്ഷിക്കണേ എന്നുള്ളതാണല്ലോ. കർത്താവേ, അങ്ങാണ് രക്ഷകൻ. അങ്ങ് ഉയർന്നു പൊന്തുന്ന തിരമാലകളെ കാൽ കീഴിലാക്കുന്നവനാണ്. കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നവനാണ്. കർത്താവേ, തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയവനാണ്. അന്ധന് കാഴ്ച കൊടുത്തവനാണ്. വേദനയോടെ കടന്നു വരുന്ന ഞങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് തൈക്കൽ കൺവെൻഷനിലേക്ക് കടന്നു വരാൻ പോകുന്ന മക്കളെയും, ധ്യാനങ്ങളിലേക്ക് കടന്നു വരാൻ വന്ന മക്കളെയും, ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന മക്കളെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണേ കർത്താവേ. ശോയേ, അങ്ങയുടെ ആണിപ്പഴുതുള്ള കരമൊന്ന് നീട്ടി ഞങ്ങളെ സ്പർശിക്കണേ. ഇത് കേൾക്കുന്ന മക്കൾ, ഇത് അയച്ചു കൊടുക്കുന്ന മക്കൾ, കർത്താവേ, എല്ലാവരും ആശ്രയിച്ച് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ, നീതിമാനായ വിശുദ്ധ ഔസേപിതാവേ, പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ സന്തോമസേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. കർത്താവേ, തൊടണേ കർത്താവേ. യേശുവേ, കടഭാരത്താലും ജപ്തി ഓർഡറാലും ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥകളാലും കഴിയുന്ന അനേകം മക്കളുണ്ടല്ലോ. കർത്താവേ, ഒന്ന് തൊട്ട് അനുഗ്രഹിക്കണേ കർത്താവേ. ആ കടക്കണിയിൽ നിന്നൊന്ന് മോചനം കൊടുക്കണമേ കർത്താവേ. യേശുവേ, അനുഗ്രഹിക്കണേ കർത്താവേ. അനുഗ്രഹിക്കണേ കർത്താവേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ധ്യാനം കൂടി പോയി എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുക്കണമേ. ഈ പ്രാർത്ഥനകൾ നിയോഗ പ്രാർത്ഥനയായിട്ട് 43 ദിവസത്തെ നിയോഗ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണേ കർത്താവേ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ധ്യാനകേന്ദ്രത്തിന് മാതാവിൻ്റെ കപ്പോളയുടെ പണി, അഗ്രോട്ടോടെ പണി എത്ര മണി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. ധ്യാനം കൂടി പോയി എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്നവരെ തൊട്ട് അനുഗ്രഹിക്കണമേ. മക്കളെ കൊടുക്കണമേ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. വിദേശത്ത് ജോലി ചെയ്യുന്നവർ, പഠിക്കുന്നവർ, അന്നന്ന് വേണ്ടുന്ന ആഹാരം അവർക്ക് കൊടുക്കണമേ കർത്താവേ. അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണമേ കർത്താവേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. സ്തുതിക്കുക മക്കളെ. ഹല്ലേലൂയ. കർത്താവേ, ഇന്നത്തെ ബൈബിൾ കൺവെൻഷൻ തുടങ്ങുന്ന കൺവെൻഷൻ ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. വിവിധ തരത്തിലുള്ള കൃഷിയിടങ്ങളിൽ കൃഷി നോക്കുന്ന മക്കൾ, കൃഷി ചെയ്തിരിക്കുന്ന മക്കൾ, മത്സ്യത്തൊഴിലാളികൾ, കർത്താവേ, എല്ലാവരെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം. എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ മറന്നുപോയെങ്കിൽ ഈ പ്രാർത്ഥനയിൽ ഇത് കേട്ട് ഈ പ്രാർത്ഥനയിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവേ, നന്ദി. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിന്മേൽമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ മരണ സമയത്ത് തമ്പുരാൻ്റെ വയസ്സുമേ. കേൾക്കുന്ന എല്ലാവരും ആശ്രയിക്കപ്പെടട്ടെ. മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവരെയും ആശ്രയിച്ചപ്പെടട്ടെ. എല്ലാവരും അനുഗ്രഹമായി മാറട്ടെ. ആമേൻ.